രാഷ്ട്രപതിക്ക് കത്തയച്ചതിന് പിന്നാലെ ഗവർണർക്കെതിരെ നിലപാട് ഘടിപ്പിച്ച് സർക്കാർ. ഗവർണർ എല്ലാ പരിധികളും ലംഘിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. പദവിയിലിരിക്കാൻ യോഗ്യനല്ലെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ തെളിയിച്ചെന്ന് മന്ത്രി P രാജീവും ഉത്തരം മുട്ടുമ്പോൾ ഗവർണർ കൊഞ്ഞനം കുത്തുകയാണെന്ന് മന്ത്രി K രാജനും പ്രതികരിച്ചു. രാഷ്ട്രപതിക്ക് കത്തയച്ചതിന് പിന്നാലെ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് CPIM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിമാരും നടത്തിയത്. സർവകലാശാല ഭേദഗതി നിയമം രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കെ പഴയ നിയമം ഉപയോഗിക്കാനുള്ള ഗവർണറുടെ നീക്കം അധികാര ദുർവിനിയോഗവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗവർണർ എല്ലാ പരിധികളെയും ലംഘിക്കുന്നു എന്നുള്ളതാണ് സമീപ ദിവസങ്ങളിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. നിയമസഭ പാസാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനക്കയച്ച അതേ ഗവർണർ തന്നെ പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതുമായ രാഷ്ട്രീയ സമീപനമാണ്. അധികാരത്തിൽ കടിച്ചു തൂങ്ങി നയങ്ങൾ നിശ്ചയിക്കുകയാണ് ഗവർണറെന്ന് മന്ത്രി P രാജീവ്. അദ്ദേഹം രാഷ്ട്രപതിയുടെ പോലും അംഗീകരിക്കുന്നുവെങ്കിൽ ചാൻസലർ എന്ന നിലയിൽ ഒരു തീരുമാനവും നയപരമായി എടുക്കാൻ പാടില്ലാത്തതാണ്. അത് ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഗവർണർ ഭരണഘടനയ്ക്ക് അനുസരിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അതിന് അദ്ദേഹം സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും. ഗവർണറെ കയറൂരി വിട്ടിരിക്കുകയാണെന്ന മന്ത്രി K രാജൻ. ഒരു താനിരിക്കുന്ന പോസ്റ്റിന് അതിന് സാമാന്യം പുലർത്തേണ്ട മാന്യത അദ്ദേഹം പുലർത്തിയില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ആ വിധത്തിൽ താഴ്ന്ന ഒരാളായി അദ്ദേഹത്തെ വിലയിരുത്തും. അത് കേരളത്തിന് നല്ലതല്ല. ഒരു എക്സിക്യൂട്ടീവിന്റെ ചെയർമാൻ എന്ന നിലയിൽ ഗവർണർ കുറെ കൂടി മാന്യത കാണിക്കും. ഗവർണർക്കെതിരെ നൽകിയ കത്തിൽ കേന്ദ്രത്തിന്റെ നിലപാടെന്താണെന്നാണ് സർക്കാർ ഉറ്റുനോക്കുന്നത്. 24 തിരുവനന്തപുരം.